രാവിലെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? രാവിലെ എന്താന്ന് ചോദിക്കേ? പിന്നെ ഞാൻ കോവിലിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അവന് ക്ലാസ്സിന് പോകണമല്ലോ, അപ്പം കാപ്പി കുടിക്കണമല്ലോ. അങ്ങനെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഇനി വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് കാപ്പി കുടിക്കണം. എൻ്റെ മാല ഇങ്ങനെ കിടക്കുന്ന പൊട്ടിപ്പോയി കേട്ടോ. അങ്ങോട്ട് പോയി ഇപ്പം വഴിയിൽ വെച്ച് പൊട്ടി. ഞാൻ പിന്നെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് വന്നത്. അല്ലെങ്കിൽ അങ്ങ് ഒരുമാതിരിക്കില്ലേ. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. തേയില ഉപ്പുമാവൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത്. ഇനി കാപ്പി കുടിക്കണം. പിന്നെ ബാക്കി ചോറ് വയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കാണാം. ഇന്ന് കഴിക്കാൻ ഉപ്പുമാവ് കേട്ടാ. വന്ന് കോവിലിൽ വന്നതും കഴിക്കാതിരുന്നില്ല. വന്ന് മിറ്റം തൂത്ത് പാപ്പ മിറ്റമൊക്കെ വൃത്തിയേടാക്കിയിട്ടിരിക്കണേ. അതും ഇതുമൊക്കെ പറക്കിക്കൊണ്ടിട്ട് അങ്ങനെ പിന്നെ തൂത്തിട്ട് തേയിലയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാപ്പി കുടിക്കാൻ പോണ. പൂക്കാമ്മ എടുത്തതിൻ്റെ കൈ മുറിഞ്ഞിട്ടാ. എങ്ങനെയോ കൈ മുറിഞ്ഞു. എങ്ങനെയാണ് എന്താ ഓർമ്മയില്ല. എങ്ങനെ ഇപ്പം ശരചോറാണ്. ഇപ്പോൾ ഇവിടെ ആക്കിയിട്ടാ. ഇവിടെ തുണി തയ്ക്കണ മെഷീൻ തുണി തയ്ക്കണ മേശപ്പുറത്താണ്. പിന്നെ ഡൈനിങ് ടേബിൾ പൊട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഉപ്പുമാവിൽ നിന്ന് വേറെ ക്യാരറ്റ് അങ്ങനെയൊന്നും ഇട്ടില്ല. നമ്മൾ 2 കായുണ്ട്. പിന്നെ ശകലം മതിയല്ല. അതുകൊണ്ട് പിന്നെ ഉണക്കമുളക് ഉള്ളി അങ്ങനെയൊക്കെ ഇടും. വേറെ ഒന്നും എടുക്കില്ല. അപ്പുറത്തെ വീട്ടിലുള്ള പട്ടി കിടന്നു. അത് വിളിക്കുമ്പോൾ പാപ്പ കിടന്ന് വിളിക്കും. പാപ്പ വിളിക്കുമ്പോൾ സിത്ത് വിളിക്കും. ചിലപ്പോൾ ഇവിടെ ഭയങ്കര വേളമായിരിക്കില്ലേ എല്ലായിടത്തും കൂടെ, എല്ലാം എന്തും കൂടെ. പിന്നെ TV ഇട്ടാലും കേൾക്കാൻ പറ്റില്ല. ആരെങ്കിലും ഫോൺ വന്നാൽ പോലും കേൾക്കാൻ പറ്റില്ല. ഭയങ്കര സൗണ്ടായിരിക്കും. നല്ല ചൂട് വേർത്ത് കോവിൽ പോയിട്ട് വന്നപ്പം. പക്ഷെ എന്നും പോയി ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താ ഒരു ഇത് പോലെ കേട്ടാ. അങ്ങനെ എങ്കിലും പോവും കുളിച്ചുകൊണ്ട്. കുളിക്കുന്നതുകൊണ്ടാണ് കുറേത്തെ. ഭഗവാന്റെ ഒരു അനുഗ്രഹവും സ്നേഹവും മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. അതേ ഉള്ളൂ. ഈ കുറേ പണിയുണ്ട്. ഞാൻ കാപ്പി കുടിക്കട്ടെ. ഇന്ന് വെണ്ടയ്ക്ക് തീയലാണ് വെക്കണേ കേട്ടാ. വെണ്ടയ്ക്ക തീയൽ. വെണ്ടയ്ക്ക ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിരിക്കണം. ശകലം വെണ്ടയ്ക്കനെ. പിന്നെ തേങ്ങ ചിരണ്ടിയപ്പം അത് ഇങ്ങനെ ഇളവി വീഴുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചിരിക്കുന്നത്. ജീരകം, ശകലം പുളി, അത് തേങ്ങയുടെ കൂടെ ഇട്ട് വറക്കും. അടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി. ചോറിതാ വേവാറായി. ശകലം അരി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെക്കുന്നത് കേട്ടോ. നമുക്ക് 2 പേർക്കല്ലേ ഉള്ളൂ. ഒരു നേരം കഴിക്കും. ഞാൻ പിന്നെ ചിലപ്പോൾ രാത്രി ഞാൻ കഴിക്കും, ചിലപ്പം കഴിക്കില്ല. അപ്പം ശകലം അരി മതിയല്ല 2 പേർക്ക്. അതുകൊണ്ടാണ് ഇതിൽ വയ്ക്കണത്. എടി കുഞ്ഞു, ഞാൻ നിനക്ക് ചോറ് തന്നതാണ് രാവിലെ. പിന്നെ നീ എന്തിനു കിടന്ന് വിളിക്കണേ? നീ തേങ്ങ വറുത്തെടുക്കാട്ടെ. എണ്ണ ഒഴിച്ച് കേട്ടാ. ശകലം എണ്ണ തന്നെ ഒഴിച്ച്. ശകലം ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അത് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ജീരകമൊക്കെ ഇട്ടും കേട്ടോ. ജീരകം, മല്ലി ഇതിൽ കൂടെ ഇട്ട് വറുക്കണ്ട. മല്ലി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, കരിവേപ്പിലൊക്കെ ഇട്ട്. അതുകൊണ്ട് മുളക് പൊടി ഇത് നല്ല ചുവന്ന് വന്നതിന് ശേഷം ശകലം മുളക് പൊടി കൂടെ ഇടും. കുറേ ദിവസമായി വെണ്ടയ്ക്ക് തീയിൽ വെച്ചിട്ട്. അപ്പം 2 ദിവസമായി മലക്കറി വാങ്ങിയിട്ട്. അതിൽ 2-3 വെണ്ടയ്ക്ക് ഇടുന്നത്. അപ്പം വിചാരിച്ച് വെണ്ടയ്ക്ക് തീയിൽ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇനി തേങ്ങ നന്നായിട്ട് ചുവന്ന് വരണ വരെ വറുത്തെടുക്കണം. തേങ്ങ ചുവന്ന് വന്ന് ഇനി അതിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചില്ലേ ജീരകം ആ ചെറിയ പുള്ളി ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും തീയിൽ വയ്ക്കുമ്പം തേങ്ങ വറുക്കുമ്പോൾ 2 ജീരകവും, പുളി എപ്പോഴും തീയിൽ വയ്ക്കുമ്പോൾ പുളി എപ്പോഴും തെറ്റിപ്പാണ്. ആ തേങ്ങയുടെ കൂടെ ഇട്ട് പുളി വറുക്കണം. എങ്കിലേ ആ തീയിൽ നല്ല ഇതായിട്ട് വരും. അല്ലാതെ എടുത്ത് അരക്കണ കൊള്ളാമോ എന്തോ. ഞാൻ അങ്ങനെ അരച്ചിട്ടില്ല. എന്നിട്ട് ചുവന്ന് വന്നിട്ടുണ്ടാ പുളി അതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ വറുക്കണം. നമ്മളിവിടെ ഇങ്ങനെയാണ് തീയിൽ വയ്ക്കുമ്പോൾ പുളി അതിൻ്റെ കൂടെ ഇട്ട് വറുക്കണം. കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കണേട്ടാ. അപ്പം അരയ്ക്കുമ്പോൾ അങ്ങ് ഇതാവുമല്ലേ.
നല്ല മണം തേങ്ങ വറുക്കുന്നത്. ജീരകവും പുളി എല്ലാം കൂടെ ഇട്ട് വറുക്കാം. കരിവേപ്പില മാത്രം ഇല്ല കേട്ടാ. ഇതിൽ കുറച്ച് മുളക് പൊടി ഇടണം. മല്ലിപ്പൊടി ഞാൻ വറുക്കണില്ല ഇതിൻ്റെ കൂടെ ഇട്ട്. മല്ലിപ്പൊടി നമ്മൾ കരിവേപ്പില ഇട്ട് വറുത്ത് പൊടിച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഇത് കുറച്ച് മുളക് പൊടി മതി കേട്ടാ. കാണിച്ചു തരാവേ. ഇത് എടുക്കണുണ്ട്, ഞാൻ എടുത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉറക്കെ പറയണത് ഫോണ് ഇത് സൗണ്ട് കുറവ് കേട്ടാ, കംപ്ലൈൻറ്റ് ആയതുകൊണ്ട്. അതാണ് ഉറക്കെ പറയണത്. കേൾക്കണുണ്ടെന്നറിയില്ല. ശകലം മഞ്ഞപ്പൊടി ഇട്ട്. ഇനി വെണ്ടയ്ക്ക വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടാണ് ഇത് എടുത്ത് കരിവേപ്പിലയും കൂടെ ഇടണ്ടായിരുന്നു. കരിവേപ്പില നമ്മൾ പുളി അതിൻ്റെ കൂടെ ഇട്ട് വറുക്കണം. ഞാൻ പൂ വച്ചിരിക്കുന്നത് രാവിലെ കോവിലിൽ പോയപ്പോൾ വെച്ചത് കേട്ടാ പൂവ്. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചൊന്നുമല്ല. പിന്നെ അത് അങ്ങനെ വെച്ചിരുന്നത് നമ്മുടെ വീട്ടിലുള്ള പൂവ് തന്നെ. 2 ദിവസം പറിച്ച് കെട്ടി വയ്ക്കുമ്പം 1 ദിവസം വയ്ക്കാൻ വേണ്ടി കിട്ടും. അപ്പം കുറച്ച് പൂവേ ഉള്ളത് കണ്ടോ. എല്ലാം നല്ല ചുവന്ന് വന്നു. തേങ്ങ, ജീരകം, പുളി, പിന്നെ എന്തോന്നാ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി. ഞാൻ കല്ലിപ്പോയതിൻ്റെ ഇതിൻ്റെ കൂടെ ഇട്ടാം. അപ്പോൾ അരച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇനി മല്ലിപ്പൊടി പിന്നെ ഇടാം, അരയ്ക്കാൻ സമയത്ത് ഇടാം. എല്ലാം നല്ല ചുവന്ന് വന്നു. ഞാൻ മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. അല്ലാതെ ഇടാൻ കേട്ടാ. കണ്ട നല്ല കളർ ഇടാം കരിവേപ്പില ഇട്ട് വറുത്ത് പൊടിച്ചപ്പം. നല്ല മണമൊക്കെ ഉണ്ട്. ചീനിച്ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെണ്ടയ്ക്ക ഉള്ളിയും കൂടെ ഇട്ട് വശക്കണമല്ല. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ ഉപയോഗിക്കാം. അയ്യോ, ഞാൻ മിണ്ടാൻ നിൽക്കുന്നത് നേരത്തെ ഇരുന്ന കുപ്പിയിൽ എണ്ണ തീർന്നു കേട്ടോ. അതുകൊണ്ട് വേറെ എണ്ണ പൊട്ടിച്ച് വീത്തിക്കൊണ്ടുവന്നതാണ്. അയ്യോ, കടുവിട്ട് കടു പൊട്ടി. ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക തീയൽ നല്ല ടേസ്റ്റ് കേട്ടാ. എല്ലാവരും വെക്കണ തന്നെ. ഇന്നലത്തെ മീൻകറിയുണ്ട്. ഉള്ളി കുറച്ച് ഇതുമായി വാടിയതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കട്ടെ. കറിയൊക്കെ ആകുമ്പോൾ ചോറും വേവും. 12 മണിക്കുമ്പോൾ ഇത് ഉണ്ടാക്കണം. 12 ആവാറായെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ഇപ്പോൾ ലൈവിലിരിക്കണോണ്ട് രാത്രി ബിഗ് ബോസ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെയാണ് എന്നും 12 മണിക്ക് കാണുന്നത്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയില്ല, ജാറിലെടുത്ത് വെച്ച് ഉണ്ടാ. ഞാൻ അരച്ചെടുക്കട്ടെ. പിന്നെ വെണ്ടയ്ക്ക് എല്ലാം നല്ല ഇതായിട്ട് വന്ന്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. ഞാൻ അരച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അരപ്പിലിട്ട് അരച്ചായിരുന്നല്ല. അതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചിരിക്കണം. അത് ഒഴിക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ശകലം ഉപ്പ് കുറവ്, ശകലം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കല്ലുപ്പാണ്. ശകലം മതി, നേരത്തെ ഇട്ട് കൊടുത്തല്ലേ. നല്ല തീയലേട്ടാ. ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് കറി വെക്കുന്നത്. ചോറും വെന്ത്.
തീയലെല്ലാം നല്ല കുറുവി വരണം കേട്ടോ. ഇത് എന്നാലേ തീയൽ നന്നായിരിക്കുള്ളൂ. ഇങ്ങനെ വെള്ളം പോലെ നിന്നാൽ കൊള്ളൂല. ഈ വെണ്ടയ്ക്കയിൽ വെന്ത് ഈ വെണ്ടയ്ക്കയിൽ അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് കുറുവി നല്ല കുറച്ച് ഇതായിട്ട് നോക്കണം. ബിഗ് ബോസ് കാണും, പരസ്യം വരും, കഴിഞ്ഞ് വരും. ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ എന്താ അതിലുള്ളതൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ. ഇവിടെ നല്ല ചൂട് ഷീറ്റല്ലേ ഇത്. നമ്മളെ വീട് വയ്ക്കുന്നതിന് മുമ്പേ ഉള്ള അടുക്കളയാണ്. വീട് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തന്നെ താമസിച്ചേട്ടാ. ഇതൊക്കെ ചേട്ടൻ വരച്ചതാണ്. ഈ പടമൊക്കെ കണ്ട എല്ലാം ചേട്ടൻ വരച്ചതാണ്. കണ്ട ഇതെല്ലാം ചേട്ടൻ്റെ പണിയാണ്. നന്നായിട്ട് വരയ്ക്കും. എങ്ങനെയുണ്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ ചൂടല്ലേ, അതുകൊണ്ടാണ് ഷീറ്റ് നല്ല ചൂടാവുമ്പോൾ നല്ല ഇതാവണം. തീയലെങ്ങനെ ഇതെടുത്താ തീയലുണ്ടാ നന്നായിട്ട് കുറുവി വരണം, എങ്കിൽ തീയൽ കൊള്ളാനുള്ളൂ. അല്ലാതെ നല്ല അതിൽ ചാറുണ്ടായിരുന്ന നല്ല ചാറായിരുന്ന തെളിഞ്ഞേക്കും. ഇത് വെണ്ടയ്ക്ക് പ്രത്യേകമായിരിക്കും ചാറ് തത്തി. അവരെ കുറച്ച് കുറുവി വന്നു കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഒരു വെണ്ടയ്ക്ക തീയൽ റെഡി. നല്ല ചൂട് ചോറും വെണ്ടയ്ക്ക തീയലും. ഇന്നലത്തെ മീൻ ഇരിപ്പുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് വേഗം പോട്ടെ, ബിഗ് ബോസ് തുടങ്ങി. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോകണം. ചോറൊക്കെ റെഡിയായി കേട്ടാ. അങ്ങനെ നമ്മളെ തീയൽ കൂട്ടേനെ ഇതായിരിക്കണ തീയലേണ്ട. എങ്ങനെയുണ്ട് തീയല്? ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് തീയൽ എടുക്കാറ്. ഇങ്ങനെ ലൂസായിട്ട് എടുക്കാറില്ല. ഇങ്ങനെ ഇത്രയും കട്ടിക്കാണ് എടുക്കാറുള്ളത്. ഇതിൽ നിന്നും കട്ടിയാക്കൂല, ഇത്രയും കട്ടിക്ക് തീയൽ എങ്കിലും കൊള്ളാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി ലൂസായിട്ടിരുന്നാൽ കൊള്ളൂല തീയൽ. ഇങ്ങനെ ഇരിക്കണം. ഇത് ഇന്നലത്തെ ചൂര മീനാണ് കേട്ടാ. അപ്പോൾ അത് ചൂടാക്കി വയ്ക്കും. മുരിങ്ങയ്ക്കയും പച്ചമുളകൊക്കെ ഉണ്ട്. അങ്ങനെ ഈ തീയൽ മാത്രം വെച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ശകലം വയ്ക്കണേ കേട്ടാ. നല്ല സൂപ്പർ തീയല്. ഇങ്ങനെ പച്ചമുളകും ഈ ചൂര മീൻ കറി വെച്ച് 2 ദിവസം ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുറച്ച് ഡ്രൈ അല്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ തീയലും മീനും. അങ്ങനെ ചോറ് കഴിക്കാൻ പോണ്. ചോറും തീയലും കേട്ടാ. ചോറ് നല്ല ചൂടാണ്. തീയൽ നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, നമ്മളെപ്പോഴും തീയലിന് പറയും. തീയലിന് എപ്പോഴും തേങ്ങയൊക്കെ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ശകലം പുളി വെച്ച്, ഒരുപാട് പുളിയായ പുളിപ്പുണ്ടായിരുന്ന കൊള്ളില്ല. ഇച്ചിരി പുളിയും തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കണം, എന്നിട്ട് അരയ്ക്കണം. അതാണ് കൊള്ളാം. അല്ലാതെ എടുത്തിട്ടിരിക്കണം ഒരുമാതിരി പൊളിച്ചിട്ടിരിക്കും. അങ്ങനെ നല്ല ടേസ്റ്റ് ചെയ്യണ്ട. തീയൽ മാത്രം വെച്ച് ചോറ് കഴിക്കാൻ. പിന്നെന്താ പറയുക, ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് നന്ദി. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തൊക്കെ നമ്മളെ പോലെയുള്ളവരെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നല്ല, അതിലൊരു വലിയ കാര്യം. പിന്നെ പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ ആവശ്യമില്ല കേട്ടാ. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്.
ഡേ പാപ്പ മോന് മിണ്ടാതെടാ. അവൻ എവിടെയെങ്കിലും സൗണ്ട് കേൾക്കണേണ്ട അവൻ ഇങ്ങനെ